നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. അക്ഷരങ്ങൾ അന്വേഷിച്ച് കുട്ടികൾ അധ്യാപികയുടെ അരികിലേക്ക്. എഴുത്തുകാരി രവിത ഹരിദാസിന്റെ വീട്ടിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകൾ ശ്രദ്ധേയമായി. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന ചടങ്ങുകൾക്ക് ഇത്തവണയും മുടക്കം ഉണ്ടായില്ല. കോവിഡ് സമയത്ത് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അടഞ്ഞുകിടന്ന കാലത്താണ് അധ്യാപികയും എഴുത്തുകാരിയുമായ രവിത ഹരിദാസിന്റെ വീട്ടിലേക്ക് കുട്ടികളെ എഴുത്തിനിരുത്താൻ മാതാപിതാക്കൾ കൊണ്ടുവന്നത്. അധ്യാപികയും അക്ഷരസ്നേഹിയുമായ ഇവർ ഈ ദൗത്യം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അധികം കുട്ടികൾ ഒന്നും എത്താറില്ല എങ്കിലും 5 വർഷമായി വാഴക്കുളത്തെ രാജധാനി വീട്ടിൽ വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാരംഭം കുറിക്കൽ ഇന്നും തുടർന്നു പോരുന്നു. വിഗ്രഹ ത്രിനയന മാണിക്യമൗളി സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീ മാപീനവക്ഷോരുഹ പാണിഭ്യാമളി പൂർണരത്ന ചഷകം രക്തോത്പലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരമംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷി ഇത്തവണയും കുട്ടികൾക്ക് രവിത ഹരിദാസ് ആദ്യാക്ഷരം പകർന്നു നൽകി. അധ്യാപിക, എഴുത്തുകാരി എന്നതിനേക്കാൾ ഉപരി ചാനൽ അവതാരക, പ്രഭാഷക, ആകാശവാണി പ്രോഗ്രാം അനൗൺസർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന ഇവർ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. കോവിഡ് കാലത്താണ് അക്ഷരങ്ങൾ എഴുതിക്കാൻ കുട്ടികളെ എഴുത്തിനിരുത്താമോ എന്നാവശ്യപ്പെട്ട് ചില കൂട്ടുകാർ ഇങ്ങോട്ട് കടന്നു വന്നത്. ഇതിപ്പോൾ വർഷങ്ങളായി. കോവിഡിന് ശേഷം എപ്പോഴും ഇവിടെ ആളുകൾ വരുന്നുണ്ട്. എഴുത്തിനിരുത്തുന്നത് എഴുത്തു വഴികളിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അക്ഷരങ്ങളുടെ ഈ യാത്രയിൽ, എഴുത്തിൻ്റെ ഈ യാത്രയിൽ ഏറെ സ്നേഹത്തോടെ അക്ഷരമുറ്റത്തേക്ക് പിച്ച വയ്ക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വാമി വിവേകാനന്ദൻ യുവ പ്രതിഭാ പുരസ്കാരം, തകഴി ശിവശങ്കരപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം, പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിൻ നവാഗത പുരസ്കാരം, കേന്ദ്ര ദളിത് സാഹിത്യ അക്കാദമിയുടെ സാഹിത്യശ്രീ പുരസ്കാരം, കവി എ അയ്യപ്പൻ പുരസ്കാരം, ആശാൻ സ്മാരക സാഹിത്യ പുരസ്കാരം, കേരള കലാപീഠ പാക്കനാർ പുരസ്കാരം, ഗുരുനിത്യ ചൈതന്യനിധി പുരസ്കാരം, സമന്വയം കവിതാ പുരസ്കാരം, പറവൂർ സാഹിത്യവേദിയുടെ കഥാ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ രവിത ഹരിദാസിനെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.